അപ്പോൾ നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് സ്ക്രീൻ പ്രിൻറ്റിങ്. പിന്നെ ഒരെണ്ണമുള്ളത് സ്റ്റെൻസിൽ പ്രിൻറ്റിങ്. നമ്മൾ ആദ്യത്തേൽ പറഞ്ഞു ബ്ലോക്ക് പ്രിൻറ്റിങ്. അപ്പം ഇത് രണ്ടും കൂടെ അതിനകത്ത് വരുന്നതാണ്. സിലബസിൽ നിങ്ങൾക്ക് അധികം ഇലാബറേറ്റ് ആയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഹെഡിങ്സും ഒന്നും പറയുന്നില്ല, ഇൻട്രൊഡക്ഷൻ മാത്രമേ പറയുന്നുള്ളൂ പ്രിൻറ്റിങ്ങിൻ്റെ. പക്ഷെ നമ്മളിതിപ്പം കുറച്ചും കൂടെ പറഞ്ഞ് തരുവാണ് സ്ക്രീൻ പ്രിൻറ്റിങ് ആൻഡ് സ്റ്റെൻസിൽ പ്രിൻറ്റിങ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതൊരു വോവൺ മെഷ്, അങ്ങനത്തെ ഒരു ടൈപ്പാണ്. മെഷ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നെറ്റ് പോലെ, ഒരു വല പോലെ. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള പോർഷൻസ് ഒരു സ്റ്റെൻസിലിൻ്റെ രീതിയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ സ്റ്റെൻസിൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, അതിൽ സൈഡിൽ കൂടെയാണ് നമ്മളുടെ ഈ കളർ ഇറങ്ങിപ്പോകുന്നത്. കണ്ടോ, ഓപ്പൺ ഏരിയാസ് ഉണ്ടാവും. അതായത് മെഷിൻ്റെ, നെറ്റിൻ്റെ ഓപ്പൺ ഏരിയാസ് കൂടെയാണ് നമ്മുടെ ഇങ്ക് അല്ലെങ്കിൽ പ്രിൻറ്റിങ് പേസ്റ്റ് നമ്മുടെ ക്ലോത്തിലേക്ക് ഇറങ്ങുന്നത്. പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും, ഇങ്ക് താഴേക്ക് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിത് എവിടെയാണ് ഇങ്ക് വെക്കുന്നത്? നമ്മളെ മുകളിൽ, അപ്പർ സൈഡ് ഓഫ് ദ സ്ക്രീൻ, സ്ക്രീനിൻ്റെ മോൾ ഭാഗത്ത്. സ്ക്രീൻ നമ്മൾ കമഴ്ത്തി ഫാബ്രിക്കിലേക്ക് വെച്ചതിന് ശേഷം സ്ക്രീനിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ആ ഇങ്ക് ഇടുന്നത്. എന്നിട്ട് ആ സ്ക്വീസ് എന്ന് പറഞ്ഞിട്ട് സാധനമുണ്ട്, ഒരു എന്താ പറയുക, നമ്മൾ ആ ഇത് തുടച്ചങ്ങോട്ട് നീക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഇങ്ങനെ ആക്കുമ്പോഴാണ് ഈ കളറ് അതിൽ കൂടെ ആ ഡിസൈൻ്റെ ഇടയിൽ കൂടെ ഇറങ്ങി മുകളിൽ വരെ പോവും. പിന്നെ താഴേക്ക് ആക്കുമ്പം ഉള്ള ഭാഗമൊക്കെ ഫില്ലായിക്കോളും. കണ്ടല്ലോ, നമുക്ക് ഇതിൽ ഒരുപാട് ഡിസൈൻസ് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നമുക്ക് ഉണ്ടാക്കാനും പറ്റും കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഡിസൈൻ നമ്മുടെ ടീഷർട്ട്സിലൊക്കെ ഫ്രണ്ടിൽ കാണുമല്ലോ ഓരോരുത്തരുടെ പിക്ചേഴ്സ്, ഓരോ സെലിബ്രിറ്റീസിൻ്റെയൊക്കെ പിക്ചറായിട്ട്. അതൊക്കെ നമ്മൾ സ്ക്രീൻ പ്രിൻറ്റിംഗ് ആണ് അധികം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്ക്രീൻ പ്രിൻറ്റിങ് ഇത് കണ്ടാൽ അറിയാമല്ലോ നിങ്ങൾക്ക്, ഏറ്റവും എളുപ്പമാണ്, സിമ്പിളാണ്. വലിയ വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഒന്നും ആവശ്യമില്ല അല്ലേ, വലിയ മെഷീനറി ഒന്നും വേണ്ടല്ലോ. നമ്മൾ ആ സ്ക്രീനും പിന്നെ ആ പേസ്റ്റൊക്കെ ഉണ്ടാക്കിയാൽ മതി. അത്ര വലിയൊരു എക്സ്പെൻസീവ് ആയിട്ടല്ല. ഈ മെത്തേഡ് എളുപ്പമാണ്. പിന്നെ പുതിയ പുതിയ ഡിസൈൻ, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഒക്കെ ഫേസൊക്കെ ഉള്ള ആ ഒരു ഡിസൈൻ വേണമെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു സ്ക്രീൻ ഉണ്ടാക്കാനും പറ്റും. അപ്പം പുതിയ പുതിയ പാറ്റേൺസ് നമുക്ക് അധികം ഇനീഷ്യൽ കോസ്റ്റ് ഇല്ലാണ്ട്, അധികം വലിയൊരു എക്സ്പെൻസീവ് ആവാണ്ട് തന്നെ നമുക്ക് ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇത് കുറച്ച് നല്ലതായിട്ട് ചീപ്പായിട്ട് കിട്ടുന്നതാണ് സ്ക്രീൻസൊക്കെ. പിന്നെ എന്തൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് നോക്കാം. ഇത് മെയിനായിട്ട് നമ്മൾ എന്തിലാണ് ഉപയോഗിക്കുന്നത്? നിറ്റഡ് റയോൺ ഫാബ്രിക്. നിറ്റഡ് റയോൺ ഫാബ്രിക്കിലാണ് നമ്മൾ മെയിനായിട്ടും ഇത് ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോൾ റോളർ പ്രിൻറ്റിങ് പറഞ്ഞിട്ട് വേറൊരു പ്രിൻറ്റിങ് മെഷീനുണ്ട്. അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ റോളറിൻ്റെ മേളിലുള്ള ആ ഡിസൈനാണ് ക്ലോത്തിലേക്ക് വരുന്നത്. അതിനേക്കാളും എളുപ്പത്തിൽ ഈ നിറ്റഡ് ഫാബ്രിക്, അതായത് റയോൺ നിറ്റഡ് ഫാബ്രിക്കിലേക്ക് എളുപ്പത്തിൽ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുക ഇത് തന്നെയാണ്, സ്ക്രീൻ പ്രിൻറ്റിങ് തന്നെയാണ്. പിന്നെ നമ്മൾ പറഞ്ഞു ഇത് പ്രൊഡക്ഷൻ എക്കണോമിക്കലി നമുക്ക് വലിയ എക്സ്പെൻസീവ് അല്ല. അപ്പം ഏത് ഡിസൈൻ വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും പറ്റും. ഇത് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ബ്ലോക്ക് ഡിസൈൻസ്. ഇതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഡിസൈനിൻ്റെ പോർഷൻ മാത്രം എന്ത് ചെയ്യുക, നമ്മൾ മെഷ് ഉണ്ടാവില്ല അവിടെ, അങ്ങനെ നെറ്റ് പോലെ അല്ലാതെ ഇരിക്കും. എന്നിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ആ ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും ആ മെഷ് ഉണ്ടാവുക. അപ്പോൾ എന്താ പറ്റുക, ആ ഡിസൈനിൻ്റെ പോർഷൻസിൽ നമ്മൾ ക്ലോത്തിൻ്റെ ഫാബ്രിക്കിൻ്റെ കളർ ഏതാണോ അതങ്ങനെ ഇരിക്കും. എന്നിട്ട് അതിന് ചുറ്റുമുള്ള ഭാഗങ്ങളിലെയാണ് നമ്മൾ ഈ കളറ് ഇങ്ങനെ പ്രിൻറ്റിങ് ചെയ്യുമ്പം ആ ഭാഗങ്ങളിലൊക്കെയാണ് കളർ വരുന്നുള്ളൂ. ഡിസൈൻ പോർഷൻസിൽ കളർ വരുന്നില്ല. അപ്പം നമുക്ക് ആ ഡിസൈൻ മാത്രം ഫാബ്രിക്കിൻ്റെ കളർ ഏതാണോ അതിനനുസരിച്ച് വരും. മറ്റേ പോർഷൻസ് നമ്മൾ പേസ്റ്റ് ഏതാണോ പേസ്റ്റ് കളറ് അതിനനുസരിച്ച് വരും. ഡിസൈനിനെ നമ്മൾ അവിടെ ഒന്നും ചെയ്യുന്നില്ല. ഡിസൈനിനെ ഒന്നും ചെയ്യാണ്ട് ചുറ്റുള്ള പോർഷനാണ് നമ്മൾ കളർ ചെയ്യുന്നത്. അതൊന്നും നമുക്ക് പക്ഷേ ബ്ലോക്ക് പ്രിൻറ്റിങ്ങിൽ പറ്റില്ല. ബ്ലോക്ക് പ്രിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ആ ഡിസൈൻ മാത്രമാണ് നമുക്ക് പ്രിൻറ്റിങ്ങിലേക്ക് വരുന്നത്.
റോളർ ആണെങ്കിലും അങ്ങനെയാണ്. റോളറിൽ ആ റോളറിൻ്റെ മുകളിൽ എന്താണോ ഡിസൈൻ ഉള്ളത് അതാണ് നമ്മൾ അതിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ സ്ക്രീൻ പ്രിൻറ്റിങ്ങിൽ നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ചെയ്തിട്ട് ഡിസൈൻ കളർ ഇല്ലാണ്ടും നമുക്ക് ചെയ്യാനുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ ഇതിൽ നമുക്ക് പറയുന്നത് 16 കളേഴ്സ് വരെ നമുക്ക് ഇതിൽ ഉപയോഗിക്കാവുന്ന. മറ്റേതിൽ അത്രയും പറ്റില്ല. ഒരു പാറ്റേണിൽ തന്നെ ഇത്രയും കളേഴ്സ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്തതാണ് സ്റ്റെൻസിൽ. സ്റ്റെൻസിൽ അറിയാലോ, നമ്മളൊരു തിക്കായിട്ടുള്ളൊരു ഗ്ലാസ് ഷീറ്റ് പോലെ ഉണ്ടാവും. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ നമ്മളതിൽ കട്ട് ചെയ്ത് വെക്കും. എന്നിട്ട് എന്താ ചെയ്യുക, നമ്മളത് ക്ലോത്തിലേക്ക് വെച്ചതിന് ശേഷം നമ്മുടെ ഫാബ്രിക് നമ്മുടെ പേസ്റ്റ് എടുത്തിട്ട് നമ്മളത് റോളർ, ഒരു ചെറിയ ടൈപ്പ് റോളറൊക്കെ ഉണ്ടാവും, അതോ അല്ലെങ്കിൽ കോട്ടണോ, നമുക്ക് തന്നെ വീട്ടിൽ നിന്നും ചെയ്യാൻ പറ്റുന്ന കേട്ടോ. അപ്പോൾ അല്ലാതെ ചെയ്യുമ്പം റോളർ പോലത്തെ സാധനമുണ്ട്, അത് വെച്ചിട്ടാണ് നമ്മൾ ബ്രയേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു, അത് വെച്ചിട്ട് നമ്മൾ ഇതിൽ കളർ ചെയ്യുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതെന്താണ്, ഇതൊരു പ്രിൻറ്റിങ് എന്ന് പറഞ്ഞൊരു മെത്തേഡായിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാൻ പറ്റില്ല. കാരണം എന്താ, നമ്മൾ ആ ഡിസൈൻ കട്ട് ചെയ്തതിൻ്റെ അകത്തേക്ക് നമ്മൾ കളർ എടുത്ത് ഫില്ല് ചെയ്യുന്നതെന്നുള്ളൂ. എന്തെങ്കിലും ഡിസൈൻ നമ്മൾ ഉണ്ടാക്കിയിട്ട് അവിടെ ചെയ്യുന്നതല്ല. എന്തെങ്കിലും ബ്ലോക്കുകൾ ഉണ്ടാക്കിയോ അല്ല റോളർ ഉപയോഗിച്ചോ ഒരു ഡിസൈൻ അതിലേക്ക് ചെയ്യുകയല്ല ചെയ്യുന്നത്. നമ്മളൊരു സ്റ്റെൻസിൽ പോലത്തെ ഷീറ്റ് കട്ട് ചെയ്തത് അതിനകത്ത് നമ്മൾ ആ ഫാബ്രിക് പേസ്റ്റ് എടുത്ത് അപ്ലൈ ചെയ്യുന്നു. അവിടെ പ്രിൻറ്റിങ് ആയിട്ട് നമ്മളതിനെ ശരിക്കും കണക്കാക്കുന്നില്ല. ഇതൊരു പഴയൊരു ടൈപ്പ് മെത്തേഡാണ്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഇതിന് നമ്മൾ പറഞ്ഞ പോലെ എക്സ്പെൻസീവ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഒന്നും ആവശ്യമില്ല അല്ലേ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ കുറവാണ്, പ്രൊഡക്ഷൻ കോസ്റ്റ് കുറവാണ്. കാരണം ഇത് വലിയ വലിയ മെഷീനറിയും കാര്യങ്ങളൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് പ്രൊഡക്ഷൻ കോസ്റ്റ് കുറവായിരിക്കും. പിന്നെ നമുക്ക് ആകെ വേണ്ട എന്താ, സ്റ്റെൻസിൽ പ്ലേറ്റ്, ആ ഒരു ഷീറ്റ് മാത്രമാണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസൊക്കെ ചെയ്യാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ചെറിയ ഓർഡേഴ്സ്, നമ്മൾ 10,000 കണക്കിന് 50,000 കണക്കിനൊക്കെ മെറ്റീരിയൽ ഇന്ന ഡിസൈനിൽ ചെയ്യാനൊന്നും ഇതിൽ പറ്റില്ല. ഇതിൽ നമുക്ക് ചെറിയ ചെറിയ ഓർഡേഴ്സ് മാത്രമേ നമുക്കിതിൽ ചെയ്തു കൊടുക്കാൻ പറ്റൂ. കാരണം പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു പിന്നെ ആൾ ചെയ്യുന്നതാണ്, നമ്മളിതൊരു മെഷീൻ വെച്ചിട്ട് ചെയ്യുന്നതല്ല. അപ്പം ഇതിൽ പല കളേഴ്സും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ഫ്ലവർ വരച്ചു, ലീഫുള്ള ഒരു ഫ്ലവർ വരച്ചു വിചാരിക്കുക, വരയ്ക്കല്ല, നമ്മളതിൽ സ്റ്റെൻസിൽ കട്ട് ചെയ്തു. അപ്പം നമുക്ക് റെഡോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള കളർ എടുത്ത് ഫ്ലവറിൻ്റെ പോർഷൻ അവിടെ മാത്രം ചെയ്യാം. പിന്നെ ലീഫ് പോർഷൻ വേണേൽ നമുക്ക് ഗ്രീൻ വേണേൽ അത് മാത്രം എടുത്തിട്ട് അവിടെ ചെയ്യാം. അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജും ഉണ്ട്, നമുക്ക് ചെയ്യാൻ പറ്റും. കണ്ടോ, ഡിഫറെൻറ്റ് കളേഴ്സ് ഡിഫറെൻറ്റ് പാർട്സിൽ ചെയ്യാൻ പറ്റും സ്റ്റെൻസിൽ. പക്ഷേ ബ്ലോക്കിലൊന്നും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല അല്ലേ. ലീഫിൻ്റെ ഭാഗം മാത്രം ഗ്രീനായിട്ട് ചെയ്യാം, അതെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാതില്ല ബ്ലോക്ക് അല്ല റോളർ പ്രിൻറ്റിങ്ങിലൊക്കെ. പിന്നെ ഇതിൽ നമുക്ക് ഏത് കളേഴ്സും ഉപയോഗിക്കാം കേട്ടോ. ഓയിൽ കളേഴ്സ് ഉപയോഗിക്കാം, വാട്ടർ കളർ ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്കിപ്പം വീട്ടിൽ നിന്നൊന്ന് ചെയ്ത് നോക്കണമെങ്കിൽ ഒരു ഗ്ലാസ് ഷീറ്റ്, നമ്മൾ സാധാരണ ഈ OHP ഷീറ്റ് ഉണ്ട്, അതാണ് സാധാരണ നമ്മളൊക്കെ വീട്ടിൽ നിന്നൊക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. OHP എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്ലാസ് കട്ടിയുള്ളൊരു ഷീറ്റ്. അപ്പോൾ അതിൽ നമ്മൾ എന്താ ചെയ്യുക, ഇഷ്ടമുള്ളൊരു ഡിസൈൻ ഒരു കട്ട് ചെയ്ത് വെക്കുക. നല്ല ബ്ലേഡൊക്കെ വെച്ചിട്ട് നല്ലതായിട്ടൊരു ഡിസൈൻ എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഇപ്പം നിങ്ങളടുത്ത് ഫാബ്രിക് പെയിൻറ് ഇല്ലെങ്കിൽ നിങ്ങൾ ചാർട്ട് പേപ്പറിൽ ഈ ഡിസൈൻ വെച്ചതിന് ശേഷം നിങ്ങളുടെ വാട്ടർ കളർ എടുക്കുക. വാട്ടർ കളർ എടുത്ത് പഴയൊരു ബ്രഷിൽ മെല്ലെ ഒന്ന് മുക്കിയിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഈ ഹോളിൽ കൂടെ ആ കളേഴ്സ് വന്നോളും. അപ്പോൾ അത് എടുത്തു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഫ്ലവറോ എന്താ വരച്ചോ വെച്ചാൽ ആ ഡിസൈൻ മാത്രം 2-3 കളേഴ്സൊക്കെ എടുത്ത് ചെയ്യാം കേട്ടോ. നമ്മൾ ഐഡിയ പോലെ ഇരിക്കും. അപ്പോൾ ഞാൻ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ, നോക്കിയിട്ടുണ്ടാവും വിചാരിക്കുന്നത്. അതുപോലെയൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ബ്രഷൊക്കെ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിൽ ഓയിൽ കളേഴ്സും നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ വാട്ടർ കളർ വേണേൽ ഉപയോഗിക്കാം. ഇതാണ് നമ്മളെ സ്റ്റെൻസിൽ പ്ലേറ്റ്. കണ്ടോ, ഇത് നമുക്കിപ്പം വീട്ടിൽ നിന്ന് ചെയ്യുകയാണെങ്കിൽ ഗ്ലാസ് ഷീറ്റിൽ കട്ട് ചെയ്യുക, ഡിസൈൻ കട്ട് ചെയ്യുക, എന്നിട്ട് ഏതെങ്കിലും ഒരു ഫാബ്രിക്കിൻ്റെ മുകളിലേക്ക് വെക്കുക. നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ റോളറൊന്നും വേണ്ട, നിങ്ങളെന്ത് ചെയ്യുക, കളറൊരു പാലറ്റിലെടുക്കുക. കയ്യിലിപ്പോൾ കോട്ടൺ ആണെങ്കിൽ കോട്ടൺ എടുത്ത് അതിൽ മുക്കി
ഇതിൻ്റെ ഇടയിൽ പ്രസ് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ കയ്യിലുള്ള കളറ്. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വേറൊരു കളർ എടുത്തിട്ട് പ്രസ് ചെയ്യാം. അപ്പോൾ ഈ സ്റ്റെൻസിൽ ഷീറ്റ് മാറ്റിക്കഴിഞ്ഞാൽ ഈ ഡിസൈൻ നിങ്ങൾക്ക് നല്ല ഭംഗിയിൽ കിട്ടും. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഈ ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള ഡിസൈൻസ് ഒന്നും ചെയ്യണമെന്നില്ല. ജസ്റ്റ് ഒരു ട്രയാങ്കിൾ വരച്ച് അത് തന്നെ 3 എണ്ണം ആക്കിയിട്ട് വെക്കാമല്ലോ. ട്രയാങ്കിൾ തന്നെ 2-3 എണ്ണമൊക്കെ വെച്ചിട്ട് ഒന്ന് വരച്ച് നോക്കൂ കേട്ടോ. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ്, ഇതിന് കുറേ പിന്നെ ദോഷങ്ങളും ഉണ്ടാവില്ലേ, ഗുണങ്ങൾ മാത്രമല്ല. ഇതെന്ന് പറഞ്ഞാൽ ഇതിലിപ്പം നമുക്ക് സർക്കിൾസ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ലൈൻസ്, അൺബ്രോക്കൺ ലൈൻസ്, അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ലൈൻസൊക്കെ കിട്ടാൻ ഇതിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതൊരു മാനുവൽ വർക്കാണ് അല്ലേ, ലേബർ ആവശ്യമുള്ളൊരു വർക്കാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ഷൻ കുറവായിരിക്കും. ലാർജ് സ്കെയിൽ പ്രൊഡക്ഷനിൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റില്ല. 10,000-10,000 ഓർഡർ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ക്രീൻ പ്രിൻറ്റിങ് അല്ലെങ്കിൽ സ്റ്റെൻസിൽ പ്രിൻറ്റിങ് ഒന്നും നമ്മളധികം ചെയ്യൂല. കാരണം എന്തെന്ന് പറഞ്ഞാൽ മാനുവലി ചെയ്യേണ്ടതായതുകൊണ്ട് നമുക്ക് ഒരുപാട് കോസ്റ്റ് ആവും. അതായത് ലേബറിന് ഓരോ ദിവസം ലേബർ കോസ്റ്റ് ഉണ്ടല്ലോ, അതെന്ന് പറയുമ്പം ഇത്രയും പ്രൊഡക്ഷൻ, പിന്നെ ഇത്രയൊരു വലിയൊരു എന്താ പറയുക എമൗണ്ട് ഓഫ് ഫാബ്രിക്കിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ടൈമും എടുക്കും, പിന്നെ കോസ്റ്റും കുറയാവും. അതുകൊണ്ട് നമ്മളധികം ഇൻഡസ്ട്രികളിലൊന്നും നമ്മൾ സ്ക്രീനും സ്റ്റെൻസിലും നമ്മളധികം ലാർജ് സ്കെയിൽ പ്രൊഡക്ഷനിൽ ഉപയോഗിക്കില്ല. ചെറിയ ചെറിയ ഓർഡേഴ്സിന് മാത്രമേ നമ്മളിത് ഉപയോഗിക്കുന്നുള്ളൂ. വലിയ അടുത്തൊക്കെ നമ്മൾ റോളർ പ്രിൻറ്റിംഗ് ഒക്കെ ഉപയോഗിക്കുക. അപ്പം ഇത്രയാണ് നമ്മുടെ പ്രിൻറ്റിങ്. ഡയറക്റ്റ് സ്റ്റൈൽ പ്രിൻറ്റിങ്ങിൽ വരുന്നതാണ് ഇതൊക്കെ. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ബ്ലോക്ക് പ്രിൻറ്റിംഗ് ഉണ്ട്, പിന്നെ സ്റ്റെൻസിലുണ്ട്, സ്ക്രീൻ പ്രിൻറ്റിംഗ് ഉണ്ട്, പിന്നെ റോളർ പ്രിൻറ്റിംഗ് ഒക്കെ ഡയറക്റ്റ് സ്റ്റൈലാണ്. അപ്പോൾ ഇതിൽ 3 എണ്ണമാണ് നമ്മൾ മെയിനായിട്ട് പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക, ഏത് ചോദിച്ചാലും ഐഡിയ ഉണ്ടാവണം ഏതാണ് കാര്യങ്ങൾ. ഓക്കെ, താങ്ക് യു.